ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റും. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. നാളെ വീഡിയോ കോൺഫറൻസ് വഴി വീണ്ടും കോടതിയിൽ ഹാജരാക്കും. 3 കട്ടിടപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. പിന്നീട് കോടതിയിൽ ഹാജരാക്കും. അതേസമയം അന്വേഷണം 2ാം ഘട്ടത്തിലേക്ക് കടന്നതോടെ 2019ലെയും 2025ലെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുവാനാണ് SIT നീക്കം. ഇതിനായി തെളിവ് ശേഖരണം ആരംഭിച്ചു. ഇക്കാലത്തെ മിനിറ്റ്സ് രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയാണെന്ന് SIT അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ശബരിമലയിൽ കയറിക്കൂടിയ ശേഷം തന്ത്രി കുടുംബവുമായി പരിചയമുണ്ടാക്കി. ഈ പരിചയം ഉപയോഗിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ ധനികരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സൌഹൃദമുണ്ടാക്കിയത്. ദേവസ്വം ബോർഡിലെ ഉന്നതരെ പരിചയപ്പെട്ടതും ഈ ബന്ധം ദുരുപയോഗം ചെയ്താണ്. ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ധരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ മുഖ്യ പൂജാരിയാണ് എന്നാണ്. ഇത് മറയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും SITക്ക് തെളിവ് ലഭിച്ചു. തൃശൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞയുടൻ ക്വാറിയിൽ ഉപേക്ഷിച്ചു. കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി കവർ ഉപേക്ഷിച്ചത് സഹോദരൻ. തൃശൂരിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി ക്വാറിയിൽ ഉപേക്ഷിച്ചു. യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. പാലക്കാട് കൂനത്തറ ത്രാങ്ങാലിയിലെ ക്വാറിയിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. യുവതിയുടെ സഹോദരനാണ് ക്വാറിയിൽ കവർ ഉപേക്ഷിച്ചത്. എന്നാൽ കവറിൽ കുട്ടിയുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്നാണ് സഹോദരൻ പറഞ്ഞത്. വീട്ടുകാർ അറിയാതെ ഗർഭിണിയായതോടെ യുവതി 8ാം മാസം അബോർഷനു വേണ്ടിയുള്ള ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ച് 3ാം ദിവസം യുവതി പ്രസവിക്കുകയായിരുന്നു. പിന്നാലെ കുട്ടിയെ ബാഗിലാക്കി വെച്ച് ക്വാറിയിൽ ഉപേക്ഷിച്ചു. 2 ആഴ്ചയ്ക്കിപ്പുറം യുവതി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറത്തായത്. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. ആറ്റൂർ സ്വദേശിനി സ്വപ്നയ്ക്കെതിരെയാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തത്. പ്രസവാനന്തരം കുട്ടി മരിച്ചിരുന്നു എന്നത് പോലീസ് പരിശോധിക്കുന്നു. ചീനിക്കുഴി കൂട്ടക്കൊലപാതകം, ഹമീദിന് വധശിക്ഷ. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഹമീദിന് വധശിക്ഷ. തൊടുപുഴ അഡീഷണൽ സ്പെഷ്യൽ കോടതിയാണ് സ്വത്തിനുവേണ്ടി മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി. വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയതിന് 10 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തി. 2022 മാർച്ച് 19-നായിരുന്നു തൊടുപുഴ ചീനിക്കുഴിയിൽ ആലിയെ കുന്നേൽ, മുഹമ്മദ് ഫൈസൽ, ഷീബ, മെഹറിൻ, അസ്ന എന്നിവരെ ഫൈസലിന്റെ പിതാവ് ഹമീദ് പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നത്. സ്വത്തിനു വേണ്ടിയുണ്ടായ നിരന്തര തർക്കമായിരുന്നു കൂട്ടക്കൊലയ്ക്ക് കാരണം. നിഷ്കളങ്കരായ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊന്ന പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ ഈ കേസ് വാദിച്ചിരുന്നത്. ആരും വന്ന് തീ കെടുത്താതിരിക്കുവാൻ വീട്ടിലെ ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുക്കിവിട്ടിരുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു വീട്ടിലെ വൈദ്യുതി അടക്കം വിച്ഛേദിച്ചത്. സമീപ വീട്ടിലേക്ക് വെള്ളമെടുക്കുന്ന മോട്ടോറിന്റെ വൈദ്യുതിയും വിച്ഛേദിച്ചു. വീട് പൂർണ്ണമായും പൂട്ടി ഫൈസലിന്റെ മുറിയുടെ ജനൽ തുറന്നായിരുന്നു പെട്രോൾ അകത്തേക്ക് ഒഴിച്ചത്. നിലവിളിയും പൊട്ടിത്തെറി ശബ്ദവും കേട്ട് ഓടിയെത്തിയ അയൽവാസികളെയും ഇയാൾ തടയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതൊരു ആത്മഹത്യയാണ് എന്നായിരുന്നു പ്രതി പറഞ്ഞിരുന്നത്. രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് വരുത്തി തീർക്കുവാനും ഹമീദ് ശ്രമിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ മറികടക്കുകയായിരുന്നു. 1200 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. തുടക്കം, വിസ്മയ മോഹൻലാൽ അഭിനയ രംഗത്ത്, ചിത്രത്തിന് ആരംഭം കുറിച്ചു. വിസ്മയ മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്ന തുടക്കം എന്ന ചിത്രത്തിന് ആരംഭം കുറിച്ചു. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് ഒക്ടോബർ 30 വ്യാഴാഴ്ച കൊച്ചിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്നു. ചലച്ചിത്ര സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി വ്യക്തിത്വങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിന് മോഹൻലാൽ ആദ്യ തിരി തെളിയിച്ചതോടെയാണ് തുടക്കമായത്. തുടർന്ന് സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ കർമ്മവും പ്രണവ് മോഹൻലാൽ ഫസ്റ്റ് ക്ലാപ്പും നൽകി. അഭിനയ രംഗത്തേക്ക് ഈ ചിത്രത്തിലൂടെ മറ്റൊരു നടന്റെ കടന്നുവരവും പ്രഖ്യാപിക്കപ്പെട്ടു. ആശിഷ് ജോ ആന്റണി ആണ് നടൻ. മോഹൻലാലാണ് ആശിഷിനെ ചടങ്ങിൽ അവതരിപ്പിച്ചത്. മന്ത്രിക്ക് വേദനയുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. PM ശ്രീ സമരത്തിലെ വി ശിവൻകുട്ടിക്കെതിരായ മുദ്രാവാക്യങ്ങളിൽ AIYF.
PM ശ്രീ സമരത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ മുദ്രാവാക്യങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് AIYF. സമരവുമായി ബന്ധപ്പെട്ട മന്ത്രിക്ക് വേദനയുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. സംഘടനാ തീരുമാനമില്ലാതെ മന്ത്രിയുടെ കോലം കത്തിച്ചതിന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സാഗർ അടക്കമുള്ളവരോട് AIYF വിശദീകരണം തേടി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV രജീഷ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് K ചന്ദ്രകാന്ത്, സംസ്ഥാന സമിതി അംഗം പ്രശോഭ് എന്നിവരോടും വിശദീകരണം തേടിയിട്ടുണ്ട്. CPI കണ്ണൂർ ജില്ലാ കൌൺസിലും ഈ നേതാക്കളോട് വിശദീകരണം തേടിയിട്ടുണ്ട്. PM ശ്രീ വിഷയത്തിലെ സമരത്തിൽ വേദനയുണ്ടെന്ന മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് AIYF ഖേദപ്രകടനം നടത്തിയത്. PM ശ്രീ പദ്ധതി സംബന്ധിച്ച തർക്കത്തിനിടെ CPI നേതാക്കളിൽ നിന്നും വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്നുമുണ്ടായ കടുത്ത പ്രതികരണത്തിലായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിക്ക് പരിഭവം. AISF, AIYF സംഘടനകളുടെ പ്രതിഷേധം വേദനിപ്പിച്ചെന്ന് മന്ത്രി തുറന്നു പറഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്കെതിരെ CPI നേതാവ് K പ്രകാശ് ബാബു നടത്തിയ പ്രതികരണത്തിലും മന്ത്രി GR അനിലിന്റെ പരാമർശങ്ങളിലും വേദനയുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഞാൻ ഭീകരവാദിയല്ല, പക്ഷേ എന്നെ പ്രകോപിപ്പിച്ചാൽ. മുംബൈയിൽ 17 കുട്ടികളെ ബന്ദികളാക്കി യുവാവിന്റെ ഭീഷണി, കുട്ടികളെ മോചിപ്പിച്ച് പോലീസ്. മുംബൈയിൽ മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്ന ഒരാൾ ബന്ദികളാക്കിയ 17 കുട്ടികളെ മുംബൈ പോലീസ് മോചിപ്പിച്ചു. അഭിനയ ക്ലാസ്സിനെത്തിയ കുട്ടികളെയാണ് സ്റ്റുഡിയോയിൽ ബന്ദികളാക്കിയത്. മുംബൈയിലെ പവായിലാണ് സംഭവം നടന്നത്. രോഹിത് ആര്യ എന്നയാളാണ് കുട്ടികളെ ബന്ദികളാക്കിയത്. ഇയാളെ പോലീസ് പിടികൂടുകയും കുട്ടികളെ മോചിപ്പിക്കുകയും ചെയ്തു. കുട്ടികളെല്ലാവരും സുരക്ഷിതരെന്ന് പോലീസ് അറിയിച്ചു. അഭിനയ ക്ലാസ്സിൽ അതിനാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. കുട്ടികളെ ബന്ദികളാക്കിയ ശേഷം രോഹിത് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ താൻ തീയിടുമെന്നും കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കും എന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. ഇയാൾ ആരെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നത് വ്യക്തമല്ല. എനിക്ക് ചില നിസ്സാരമായ ധാർമ്മികമായ ആവശ്യങ്ങളുണ്ട്. അത് നേടിയെടുക്കുവാനുള്ള പദ്ധതിയാണ് ഇതെന്നും തനിക്ക് പണം വേണ്ടെന്നും താൻ തീവ്രവാദിയല്ലെന്നും രോഹിത് വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സോഷ്യൽ മീഡിയയിൽ ലീക്കായി സ്ട്രേഞ്ചർ തിങ്സ് ട്രെയിലർ. ആഗോള സീരീസ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും വമ്പൻ ഷോയായ സ്ട്രേഞ്ചർ മീഡിയയിൽ ലീക്കായി. 2016 സ്ട്രീമിംഗ് ആരംഭിച്ച സീരീസിന്റെ 5ാമത്തെയും അവസാനത്തെയും സീസണിന്റെ ട്രെയിലറാണിത് എന്നത് ശ്രദ്ധേയമാണ്. സീരീസിന്റെ ചില ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾ ടീസർ റിലീസാകുന്നതിന് മുൻപേ തന്നെ ഇതേ രീതിയിൽ ലീക്കായിരുന്നു. എന്നാൽ ട്രെയിലർ തന്നെ ലീക്കായത് നെറ്റ്ഫ്ലിക്സിന്റെ പ്രൊമോഷൻ പരിപാടികളെ സാരമായി ബാധിക്കും എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മുതൽ മുടക്കിലാണ് സീരീസിന്റെ അവസാന സീസൺ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യാനയിലെ ഹോക്കിൻസ് എന്ന ചെറുപട്ടണത്തിൽ 1980കളിൽ നടക്കുന്ന ദുരൂഹവും അവിശ്വസനീയവുമായ സംഭവങ്ങളാണ് സീരീസ് പറയുന്നത്. വസ്തുക്കളെ സ്പർശിക്കാതെ ചലിപ്പിക്കുവാൻ സാധിക്കുന്ന ശക്തിയുള്ള 11 എന്ന പെൺകുട്ടിയും കൂട്ടുകാരും ചേർന്ന് ഭീകരജീവികളുമായി പോരാടുന്നതായിരുന്നു 4 സീസണിലും പ്രധാനമായുള്ള സംഭവങ്ങൾ. 3 വോളിയുമായാണ് സീരീസ് സ്ട്രീം ചെയ്യുക. ആദ്യ വോളിയം നവംബർ 26-നും 2ാം വോളിയം ഡിസംബർ 25-നും 3ാം വോളിയം ഡിസംബർ 31-നുമാണ് ആരാധകരിലേക്ക് എത്തിക്കുക. സീരീസിന്റെ സൃഷ്ടാക്കളായ ഡഫർ സഹോദരന്മാർക്കൊപ്പം ഡെഡ്പൂൾ വേഴ്സസ് വൂൾവെറിൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഷോൺ ലെവിയും സീരീസിന്റെ ചില എപ്പിസോഡുകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.